നമസ്കാരം. കഥയല്ലത് ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൃത ടിവിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് നിയമസഹായം നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കേൽസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാന്യ ജഡ്ജ് ശ്രീ കെ ശശിധരൻ നായർ, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീ തങ്കച്ചൻ, സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ VNP കൈമൾ. എല്ലാവർക്കും സ്വാഗതം. പിന്നെ അച്ഛനമ്മനെ പിടിച്ച തല്ലിയതിന്റെ കേസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ക്രിമിനൽ കോടതി വേറെ കേസ് ഉണ്ട്. എന്റെ അച്ഛനമ്മനെയും ഞങ്ങളെയൊക്കെ പിടിച്ച് തല്ലിയതിന്റെ കേസ് എന്റെ ഭർത്താവിനെതിരെ ഉണ്ട് ഇപ്പോഴും. ഭർത്താവ് നിങ്ങൾക്ക് കേസ് കൊടുത്തിട്ടുണ്ടോ ക്രിമിനൽ കോടതിയിൽ? അതെന്തിനു വേണ്ടിയാ? ഡൈവേഴ്സിന് വേണം. അതല്ല, അത് ക്രിമിനൽ കോടതി വേറെ കൊടുത്തിട്ടുണ്ടോ? ഞങ്ങള് കൊടുത്തത് മുളക് പൊടി വാരിയെറിഞ്ഞെന്നുള്ള രീതി വെച്ചോണ്ട് അതിന്റെ വല്ല അല്ല, അതൊന്നും കൊടുത്തില്ല. എന്റെ ഭർത്താവ് കൊടുത്തിട്ടില്ല. ഇല്ല. മൊത്തം 3 കേസാണുള്ളത്. എന്റെ അച്ഛനമ്മയും കൊടുത്ത കേസ് വേറെയുണ്ട് എന്റെ ഭർത്താവിന്. അച്ഛനമ്മ എന്ത് കേസാ കൊടുത്തിരിക്കണേ? വീട്ടില് എല്ലാവരുടെയും കൂടെ നോക്കിയിരിക്കണ കുട്ടിന്റെ കൂട്ടം കേട്ടിട്ട് കുട്ടികളെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നു. ഈ വരുന്ന സമയത്ത് എന്റെ കഴുത്തിലെ പിടിച്ച് താലി പിടിച്ച് വലിച്ചോളൂ. എന്റെ കഴുത്തത്തെ താലി ചങ്ങല, നീ ഉള്ളത് കൊണ്ടല്ല ഇതുകൊണ്ടല്ല നീ ഇങ്ങനെ മാതിരി കാണിക്കുന്നത്, നീ ഡൈവേഴ്സ് എനിക്ക് താന്ന് പറഞ്ഞിട്ട് പിടിച്ച് വലിച്ചിട്ട് കൊണ്ടുപോയി. അമ്മനെയും പിടിച്ച് തല്ലി, അച്ഛനെയും ഒക്കെ പിടിച്ച് തള്ളിവിട്ടു. എന്റെ മൂത്ത ഈ കുട്ടിന്റെ കൂട്ടം കെട്ടി ഈ പെൺകുട്ടിനെ കണ്ടവിടുന്നുണ്ടാണ് എന്നെ കൊണ്ട് കൂടുതൽ ഡൈവേഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാഡം. മൊബൈലിലടക്കം ഈ ഫോണിൽ രണ്ടാളും കൂടെ കൈകോർത്ത് നിൽക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അതിനുശേഷം മദ്യപിച്ചിട്ട് വന്നിട്ടാ കാണിച്ചു തരുന്നത്. തൊട്ടുള്ള ഇപ്പോഴും കാണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇത് മൊബൈല്. 2 ദിവസം മുമ്പ് അടക്കം വന്നിട്ട് ഞാൻ ഈ പെൺകുട്ടിനെ കല്യാണം കഴിക്കാൻ പോണ്, നീ എന്നെ ഡൈവേഴ്സ് ഇതാന്ന് പറയുന്നു. നീ എന്റെ വീട്ടിൽ വന്ന് ഇരിക്കണില്ലല്ലോ. വീട്ടിൽ വന്ന് ഇങ്ങനെ കാണിക്കും. വീട്ടിൽ വന്ന റോട്ടിൽ നിന്നിട്ട് രാത്രി 11 മണിക്ക് 12 മണിക്കൊക്കെ വരവ്, എല്ലാവരും ഉറങ്ങിയ ശേഷം റോട്ടിക്ക് എന്നെ വിളിക്കും. ഞാൻ പോകില്ല, കാരണം മദ്യപിച്ച് വന്നാൽ എന്തെങ്കിലും ചെയ്യില്ലേ, പല്ലിനെ തല്ലി കൊഴിച്ചു. അപ്പൊ ജീവനിൽ എന്ത് തന്നെയായാലും മദ്യപിച്ച് വന്ന് ചെയ്യുന്നുള്ളത്. നിങ്ങളുടെ ഈ കല്യാണ സമയത്ത് പ്രേമമുള്ള സമയത്ത് നിങ്ങൾ ഈ മദ്യപാനത്തിന്റെ കാര്യമൊന്നും അറിയില്ലായിരുന്നു? അത്ര അറിയില്ല മാഡം, ഇത്രയും മദ്യപാനിയാന്നുള്ളത് അറിയില്ല എനിക്ക്. അന്നും കഴിക്കുമായിരുന്നോ? അതിനു മുമ്പ് കഴിക്കുന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. ഇപ്പൊ പെൺകുട്ടിനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തിനാ എനിക്ക് 2 കുട്ടികളുണ്ട് എന്നുള്ളത് എനിക്ക് അറിയുമല്ലോ. അപ്പൊ നീ എന്തിനാ എന്റെ ജീവിതത്തിൽ നീ വന്നു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ മഹേഷ് ചേട്ടന് സമാധാനം കൊടുത്തിട്ടില്ല എന്ന് പറയാൻ എന്നെ കൊണ്ട്. അപ്പോൾ എൻ്റെ ബുദ്ധിമുട്ട് കുട്ടിയുടെ മാമനാണ് എന്നെ കൊണ്ട് വന്ന് പറഞ്ഞത്. എൻ്റെ ഭർത്താവിൻ്റെ അമ്മയും ഭർത്താവും കൂടി അവരുടെ വീട്ടിൽ പോയി പെണ്ണ് ചോദിക്കാൻ വേണ്ടി പോയിരിക്കുന്നു. എന്നെക്കൊണ്ട് ഡൈവേഴ്സും കൊടുത്തിട്ട് അവൻ്റെ വീട്ടിൽ പെണ്ണ് ചോദിക്കാൻ വേണ്ടി പോയിരിക്കണം മാഡം. അപ്പോൾ അവൻ്റെ വീട്ടിലെ മാമൻ വന്നിട്ട്, ചേച്ചി ഇന്നമാതിരി നിങ്ങളുടെ ഭർത്താവിൻ്റെ അമ്മയും കൂടെ വന്നിട്ട് എൻ്റെ മരുമകളെ വന്ന് ചോദിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ മൊത്തം നിങ്ങൾ പറയും ചേച്ചി, എൻ്റെ മരുമകളെ കൊണ്ട് വന്നിട്ട് ഫോണിൽ കൂടെ വിളിച്ച് സംസാരിച്ചത്. അപ്പോൾ ഞാൻ ആ കുട്ടിനെ കൊണ്ട് പറഞ്ഞു, എൻ്റെ ജീവിതമേ ഈ മാതിരിയായി, എനിക്ക് എൻ്റെ 2 മക്കളുണ്ട്, എനിക്ക് അറിയാമല്ലോ, നീ എന്തിനിങ്ങനെ ചെയ്യുന്നു വേണ്ടിയിട്ട് ഞാൻ അവളായിട്ട് വഴക്കുണ്ടായി. അപ്പോൾ ഇല്ലേ ചേച്ചി, ഞാൻ സോറി, ഇനി ഞാൻ ചെയ്യില്ല തെറ്റ് എന്ന് പറഞ്ഞിട്ട് അതോടെ സോൾവ് ആയതാണ്. ഇപ്പോഴും എൻ്റെ ഭർത്താവായി മൊബൈലിൽ കാണിച്ചിട്ട് നീ എന്നെ ഡൈവേഴ്സ് ആകുക, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് ഇരിക്കുക എന്ന് പറയുന്നു. വീട്ടിൽ വന്ന് ഇരിക്കുക എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഭർത്താവ് പറയുന്ന രീതി ഇങ്ങനെയാണ്, സാറേ നീ മട കുഴിച്ച് വെച്ചിട്ടുണ്ട്, അതിൽ മണ്ണ് വരെ ഇടാൻ നീ തയ്യാറായി നിന്നോ, നീ എൻ്റെ വീട്ടിലേക്ക് വാന്നു, ഇങ്ങനെയാ പറഞ്ഞിട്ട് വിളിക്കുന്നത് എന്നെ. മനസ്സിലായില്ല? മട വെട്ടിയിട്ട് എന്നെ വിളിക്കുന്നുണ്ട്. നീ വന്നില്ല പറഞ്ഞാൽ അവള് വന്ന് ഇരിക്കും. എല്ലാം വെച്ച നീ വരികയാണെങ്കിൽ നീ ഇങ്ങോട്ട് വാ, നിന്നെ വരികയാണെങ്കിൽ നീ മട കുഴിച്ചിട്ടിട്ട് അതിൽ മണ്ണ് വരെ ഇടാൻ തയ്യാറായി നീ വന്നോന്ന്. മരിക്കാൻ തയ്യാറായിട്ട് വന്നോളെ. അങ്ങനെ പറയുന്നത്. മരിക്കാൻ തയ്യാറായിട്ട് വരേണ്ടവള് വരികയും ചെയ്യും, പോകേണ്ടവള് പോവുകയും ചെയ്യും, എന്റെ മക്കളെ എനിക്ക് കിട്ടുകയും ചെയ്യുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നു മാഡം. ഞാൻ എങ്ങനെ പോയിട്ട് ഇരിക്കുക അവിടെ? പക്ഷെ നിങ്ങൾ പോകാൻ തയ്യാറാണെന്നുള്ള രീതിയിലാണല്ലോ. എനിക്ക് ഇതാണ് പേടി. ഭർത്താവിന് ഇപ്പൊ കുട്ടിയായിട്ടുള്ളത് ഇനി ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ എൻ്റെ മക്കളിനെയും, എൻ്റെ വീട്ടിൽ വയസ്സായ ആൾക്കാരാണ് മാഡം, നന്നായി വയസ്സായവരാണ്. എൻ്റെ അച്ഛനമ്മയുടെ കാലശേഷം ഞാൻ ഈ കുട്ടികളെ എങ്ങനെ വളർത്തുക? ഭയങ്കര ബുദ്ധിമുട്ട്. നിങ്ങൾ ജോലി എടുക്കണം. ഇപ്പൊ തന്നെ ഇത് ചെയ്യണത് തെറ്റാണ്. നിങ്ങൾ ജോലി എടുക്കണം. നിങ്ങൾ ഈ പേടിച്ച് മാറി പോണത്തോളം കാലം നിങ്ങൾക്ക് ഒരു രക്ഷയില്ല. ശാന്ത ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഈ പെണ്ണുങ്ങളെന്ന് പറയുന്നത് ഇങ്ങനെ പേടിച്ചിരിക്കേണ്ട ആൾക്കാരൊന്നല്ല.
നിങ്ങളുടെ പ്രശ്നങ്ങൾ ശരിയാണോ തെറ്റാണോ ഇനിയിപ്പോൾ അയാളെയും കൂടെ വിളിച്ച് സംസാരിക്കുമ്പോഴേ പലതും അറിയുള്ളൂ. പക്ഷെ ഞാൻ ഒരേ ഒരു കാര്യം പറയുള്ളൂ, അദ്ദേഹം നിങ്ങളുടെ കൂടെ വന്നാലും കൂടെ വന്നില്ലെങ്കിലും നമ്മളുടെ ഇന്ത്യൻ നിയമപരമായിട്ട് നമ്മൾ ജോലിക്ക് പോകാൻ പാടില്ല എന്നുള്ള അവകാശം പറയാൻ ഭർത്താവിന് അവകാശമില്ല. അല്ല, അതെന്തെങ്കിലും ആവട്ടെ, നമ്മള് ലോ പ്രകാരം പോണ്ട. പക്ഷെ നിങ്ങൾ ഈ 5 കൊല്ലമായിട്ട് ഭർത്താവിൽ നിന്ന് പിരിഞ്ഞ് താമസിക്കുമ്പോഴും നിങ്ങൾ ഒരു ജോലിക്കും പോവാതെ. കുറച്ച് പോയി, തുണിക്കടയിലായിട്ട് കുറച്ച് ഫാഷൻ സെന്ററിലും പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരുപാട് സമയമാകുമ്പോഴേക്കും കുട്ടികൾ തൊഴിലുറപ്പ് പോലത്തെ കാര്യങ്ങളില്ലേ മറ്റേ ശാന്തേ, തൊഴിലുറപ്പ് പോലത്തെ കാര്യങ്ങളില്ലേ 5 മണിക്ക് മുമ്പ് കഴിയുന്ന ജോലിയൊക്കെ പോകാൻ ഇഷ്ടമില്ല അല്ലേ? അങ്ങനെയൊന്നും പോയിട്ടില്ല. അപ്പൊ എന്റെ മനസ്സിൽ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. മദ്യപിച്ചിട്ട് അങ്ങനെ കറപൂറാനും നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ മക്കളുടെ കാര്യം നോക്കിയേ പറ്റൂ എന്നുള്ളതിലാണ് ഞാൻ. മനസ്സിലാവില്ല, നിങ്ങളുടെ ഭർത്താവിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കാൻ നിന്ന് കഴിഞ്ഞാല് ജീവിതം നിങ്ങളുടെ ഭർത്താവ് തന്നെ നോക്കണം എന്നുള്ള വാശിയിലാണോ? അല്ല, അങ്ങനെയല്ല മേഡം. ഈ 500 റുപ്യന്റെ സാധനമാണ് വീട്ടിന്റെ ഉള്ളിൽ വന്ന് ആള് കഴിക്കുന്നത്. അപ്പൊ ഈ മദ്യപിച്ചിട്ട് ഇങ്ങനെയൊക്കെ കറപുറവും നടക്കുകയല്ലേ. അപ്പൊ നല്ല രീതി വരികയാണെങ്കിൽ ഒരു കുടുംബം എന്താന്നുള്ളത് ആൾക്ക് അറിയുമല്ലോ എന്നുള്ള ചിന്തയിലാണ് ഞാൻ അങ്ങനെ ആയത്. പണിക്കൊന്നും പോകാണ്ട് നിൽക്കുന്നത്. കുട്ടികളുടെ കാര്യങ്ങൾ പോവാതിരിക്കുന്ന നല്ല കുടുംബത്തിൽ തമ്മിൽ എന്താ ബന്ധം? നല്ല കുടുംബത്തിലുള്ളവരും ജോലിക്ക് പോകുന്നില്ലേ? പോകുന്നുണ്ട്. പക്ഷെ മദ്യപിച്ച് നടക്കുന്നത് കൊണ്ട് അങ്ങനെ ചെലവ് ആ വഴിക്ക് പോണ്ടല്ലോ. മദ്യപിച്ച് പൈസ ആ വഴിക്ക് അയാൾ ഉണ്ടാക്കുന്നു, അയാൾ ചെലവാക്കുന്നു, നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ ഉണ്ടാക്കുന്നു. അയാളുടെയും കൂടെ മക്കൾ ഇങ്ങനെ കുട്ടികളുടെയും ഞങ്ങളുടെ എന്റെ കാര്യം നോക്കേണ്ടതല്ലേ മേഡം. അതുകൊണ്ട് അയാൾ തന്നെ നോക്കണമെന്ന് വാശി പിടിച്ച ജോലിക്ക് പോകില്ല. വാശിയൊന്നുമില്ല എനിക്ക്. ഞാനിപ്പോ നല്ലൊരു ഇത് വന്നിട്ടുണ്ട് വെച്ചാൽ അയാൾക്ക് താല്പര്യമില്ല മൊത്തം. ഞാൻ പോയാലടക്കം അവിടെ കേട് വരുത്തുന്നുള്ളതിലാണ്. പോയാലടക്കം കടയിൽ കയറി വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന പറയുന്നത് ആള്. പറയുന്നതല്ലേ, ആദ്യം ചെയ്യട്ടെ. ചെയ്യുമ്പോൾ പോലീസിനോട് പറയാം, ഇല്ലെങ്കിൽ ആ ഉടമസ്ഥനോട് പറയാം. നിങ്ങൾക്ക് എന്തെല്ലാം വഴിയുണ്ട് മോളെ. ഒരു പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മനും തടയില്ല അല്ലേ? നമ്മൾ കേട്ട് വളർന്നിട്ടുള്ളതല്ലേ. പിന്നെ എന്തുകൊണ്ട് നമ്മളത് ഒരുമിടുന്നില്ല? നമ്മളുടെ ശക്തി എന്തുകൊണ്ട് കാണിക്കുന്നില്ല? ഞാനിതൊരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് പറയാം. നിങ്ങളുടെ കുടുംബജീവിതം എങ്ങനെയാണ് ഏതാന്നുള്ളതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ മക്കളെ നോക്കേണ്ട ചുമതല നിങ്ങൾക്കുള്ള ഒരു സ്ത്രീ, ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക്, ആ നിലയ്ക്ക് മാത്രം ഞാൻ ഈ സംസാരിക്കുന്നത്. നിങ്ങളുടെ കൂടെ ജീവിക്കാത്തൊരു ഭർത്താവിനെ പേടിച്ചിട്ട് നിങ്ങൾ ഒരു പണിയും ചെയ്യാതെ വീട്ടിനകത്ത് പേടിച്ച് കുത്തിയിരുന്ന് നിങ്ങൾ ആരെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നു? മക്കളെയും ബുദ്ധിമുട്ടിക്കുന്നു, നിങ്ങളുടെ പ്രായമായിട്ടുള്ള അച്ഛനെയും അമ്മയും ബുദ്ധിമുട്ടിക്കുന്നു, നിങ്ങളും ബുദ്ധിമുട്ടുന്നു. ഇതിന്റെ ആവശ്യം എന്താ? നല്ലൊരു തീരുമാനം എത്തിയിട്ടുണ്ടെങ്കിൽ എന്താ? നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള മടിയുണ്ടോ? ഇല്ല മേഡം, അങ്ങനെയൊന്നുമില്ല. പിന്നെ എന്താണ് നിങ്ങൾ ജോലി ചെയ്യാത്ത? നിങ്ങൾക്ക് ജോലിക്ക് ഒരാൾക്ക് ജോലി ചെയ്യണം, കാശുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം വഴികളുണ്ട്. കടയിൽ നമ്മൾ ഒരു വർക്കിന് പോയിട്ടുണ്ടെങ്കിലും 100, 150, 125 ഉറുപ്പ്യ തന്നെ ഉള്ളൂ. അപ്പൊ അത് ആഴ്ചയിൽ തരുന്ന വരുമാനം കൊണ്ട് കുട്ടികളുടെ ചെലവ് കഴിഞ്ഞു പോകാനൊക്കെ നല്ല കഷ്ടം. അതെങ്കിലും ഉണ്ടാവില്ലേ? നിങ്ങളെ ജോലിക്ക് പോയില്ലെങ്കിലേ അതും ഇല്ലല്ലോ. പക്ഷെ വീട്ടിൽ കഴിഞ്ഞു പോവുക ഇത് കൊണ്ടുവന്നിട്ടാണെങ്കിലും ഭയങ്കര കഷ്ടവും ബുദ്ധിമുട്ടാണ്. ഇത് തികയില്ല എന്നുള്ളതായിരിക്കാം, പക്ഷെ അതെങ്കിലും ഉണ്ടല്ലോ. 100 ഉറുപ്പ്യ വെച്ചാൽ തന്നെ ആഴ്ചയിൽ 6 ദിവസത്തിൽ 600 ഉറുപ്പ്യായോ? അപ്പൊ മാസത്തിൽ എത്രയായി? 2400 ഉറുപ്പ്യായി. പഠിപ്പിന്റെ കാര്യത്തിലും വീട്ടിൽ ചെലവിനൊക്കെ ഭയങ്കര കഷ്ടവും ബുദ്ധിമുട്ടാണ്. ഈ കഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇതിന് നിങ്ങളും കൂടി അതിനകത്ത് അതിലെന്തെങ്കിലും ചെയ്തില്ല എങ്കിൽ കഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാമെന്നല്ലാതെ, അതോ ഈ നിങ്ങൾ ജോലിക്ക് പോകാത്തത് ചെലവിന് കിട്ടാനുള്ള കേസിനകത്ത് പിന്നെ നിങ്ങൾക്ക് ചെലവിന് കിട്ടില്ല എന്ന ധാരണ വെച്ചുകൊണ്ട് വല്ലതും ആണോ? അല്ല, അങ്ങനെയൊന്നുമല്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് ഈ 100 ഉറുപ്പ്യ എന്ന് വെച്ചാൽ തന്നെ ഒരാഴ്ചയിൽ 600 ഉറുപ്പ്യ, മാസം 2400 ഉറുപ്പ്യ. അതെങ്കിലും കിട്ടുമല്ലോ. തികയില്ലായിരിക്കാം, സംഗതി ശരി തന്നെയാണ്, തികയില്ല. പക്ഷെ അതെങ്കിലും കിട്ടുമല്ലോ. അത്രയെങ്കിലും ആഹാരത്തിന് അരിയെങ്കിലും മേടിക്കാനുള്ള കാശ് കിട്ടില്ലേ? അത് കിട്ടും. പിന്നെ എന്തുകൊണ്ടാ ചെയ്യാതിരിക്കുന്നു നിങ്ങള്? അതൊരു പൗണില്ല, അത് മാത്രമേ ഉള്ളൂ എന്റെ മേൽ തെറ്റ്. പൗണില്ല എന്നുള്ളത് മാത്രം തെറ്റ്. നിങ്ങൾ എന്താ പഠിച്ചതാ? 10 വരെ. പാസ്സായിട്ടില്ല. ഫെയിലായി. അല്ല, അത് പഠിപ്പും ജോലി ചെയ്യാൻ എന്തൊക്കെ ജോലി തയ്യാറുണ്ടാക്കി പഠിപ്പ് പ്രശ്നമല്ല. അതെ, നമുക്ക് ജോലിക്കാണോ ഇന്ന് ഇപ്പൊ നമ്മളുടെ നാട്ടില് ആളെ കിട്ടാതെ ഇരിക്കുകയാണ് ഓരോരുത്തരും ജോലിക്ക്. അയാള് ചെലവിന് തരണം, അത് അയാളുടെ ചുമതല, അയാളുടെ മക്കളാണ്. പക്ഷെ എന്ന് വെച്ചിട്ട് അതുകൊണ്ട് മാത്രമാവില്ല.
അയാളിപ്പോൾ മാസം 5000 10,000 തരാൻ പോകുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കോടതിയും അങ്ങനെ ഒരു വിധി വിധിക്കില്ല. കാരണം അയാളൊരു ഓട്ടോ ഡ്രൈവറാ. പക്ഷെ നല്ല വരുമാനം, ഓട്ടോ ഡ്രൈവർ ആയാലും നല്ല ട്രിപ്പുള്ള ആളാണ്. അല്ല, എന്തൊക്കെ ഉണ്ടെങ്കിലും എത്ര തന്നെ ഉണ്ടാവും. ആ ഭാഗത്തുള്ളത് ഏകദേശം അറിയാവുന്ന കാര്യമേ ഉള്ളൂ. എന്നാലും നല്ല വരുമാനവും നല്ല ദൂര സ്ഥലങ്ങളിലുള്ള ട്രിപ്പ് ഉണ്ടായിരുന്നത്. പക്ഷെ കുട്ടികളുടെ കാര്യവും എൻ്റെ കാര്യങ്ങളൊന്നും എവിടെയും ശ്രദ്ധിക്കുന്നില്ല. ആ പെൺകുട്ടീൻ്റെ കാര്യത്തിലാണ് കൂടുതൽ ഇപ്പോൾ ആൾ ശ്രദ്ധിച്ചിട്ടിരിക്കുന്നത്. നിങ്ങൾ അതും പറഞ്ഞ് ഇങ്ങനെ ഞാൻ ജോലിക്കും പോവാതെ ഈ കുട്ടികളുടെ കാര്യം കഷ്ടമാണോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങളിങ്ങനെ ചെയ്തോളയാ. മാത്രല്ല, നമ്മൾ ചെയ്യാതിരിക്കുന്നതിന് കാരണങ്ങൾ പലതും നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പാ. പക്ഷെ ചെയ്യുമ്പോഴോ അതിന്റെ ഞാൻ ഇതുകൊണ്ടാ ചെയ്യണേ എന്ന് ഉറപ്പിച്ച് ചെയ്യാനുള്ള ഒരു മനസ്ഥിതിയാണ് നമുക്ക് വളർത്തിയെടുക്കേണ്ടത്. അത് നിങ്ങളെന്നല്ല, ഏത് പെണ്ണായാലും ആണായാലും. സാർമാർ എന്തെങ്കിലും ചെയ്തിട്ട് എൻ്റെ ഭർത്താവിനെ ഒരു നല്ല രീതിയിൽ പറഞ്ഞു വിട്ടിട്ട് എന്തെങ്കിലും ഞാൻ നല്ല ജീവിതത്തിൽ തുടരാന്നാണ്. ഈ ഡൈവോഴ്സ് പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത് എന്ത് കാരണത്തിലാണ്? ഇരിക്കില്ല എന്നാ പറഞ്ഞിട്ടാ വീട്ടിൽ വന്ന് ഇരിക്കില്ല എന്ന് പറഞ്ഞിട്ടാ കൊടുത്തിരിക്കുന്നത്. അല്ല, നിങ്ങളെ ആ വീട്ടിൽ ചെന്നിരിക്കില്ലെന്നോ? നിങ്ങൾ മാറി താമസിച്ച, നിങ്ങൾ അവിടെ വിട്ടു പോയി അങ്ങനെ മാറി താമസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ടാണ്? അല്ല സാർ, ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടിൽ ഇരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് എന്റെ ഭർത്താവ് പറഞ്ഞത്. വീട്ടിലേക്ക് തിരിച്ചു ചെല്ലണമെന്ന് പറഞ്ഞിട്ടാണോ കേസ് കൊടുത്തിരിക്കുന്നത്? പേപ്പർ വല്ലതും കയ്യിലുണ്ടോ? ഉണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. പേപ്പർ എടുക്കും, അത് നോക്കി അറിയാം സാർ. പക്ഷെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഭർത്താവിന്റെ അമ്മ എങ്ങനെയെങ്കിലൊക്കെ പ്രശ്നം ഉണ്ടാക്കും, എന്നെ തല്ലും ഒടിക്കും ഒക്കെ ചെയ്യും. ഒരു മനുഷ്യ സപ്പോർട്ടിനില്ല. ഇപ്പൊ വേറെ ഒരു പെൺകുട്ടിനെ കണ്ടവിടെ വേറെ ഒരു പെൺകുട്ടിനെ കണ്ടവിടെ നിന്നാണ് കൂടുതൽ എന്നെ ഡൈവേഴ്സിന് വേണ്ടാന്ന് പറയുന്നതിന്. എന്നെ ഇഷ്ടവും ഇല്ലെന്നാ പറയുന്നത്. ഇപ്പൊ വേണ്ടാന്നാ പറയുന്നത്. എന്നെ എനിക്ക് നിന്റെ കുട്ടികൾക്ക് എന്താ വേണ്ടത് ഞാൻ തരാം, നീ ഡൈവേഴ്സ് ആകുന്ന പറയുന്നത് എന്നെ കൊണ്ട്. അങ്ങനെ പറയുന്നവരെ ഭർത്താവിനോട് എനിക്ക് ഡൈവേഴ്സിന് പറ്റില്ല മാഡം. എനിക്ക് വയസ്സായ ആൾക്കാരാണ്, എൻ്റെ 2 ചെറിയ കുട്ടികളെ ഞാൻ മാത്രം സമ്പാദിച്ചുകൊണ്ട് വളർത്തിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ മാത്രം സമ്പാദിക്കുന്ന കാര്യമില്ല, അതിന് മെയിൻ്റനൻസിന്, അതിന് ഈ ഡൈവോഴ്സ് ആയാലും അയാൾ നിങ്ങൾക്ക് ചെലവിന് തരേണ്ട ബാധ്യതയുണ്ട്. നിങ്ങൾ അയാൾക്ക് നിയമപരമായിട്ടുള്ള ഭാര്യ ആ കുട്ടീനെ മറക്കി നമുക്ക് ഒരു പെൺകുട്ടി വളർന്നു വരികയല്ലേ, നമുക്ക് നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാം. ഇങ്ങനെയുള്ള ഭർത്താവ് നിങ്ങൾക്ക് എന്താ നല്ല രീതിയിലാണ് ചെയ്യുന്നത്? ഒരു കുടുംബം കുട്ടികളായി വരുമ്പോൾ നല്ലതായി വരുമ്പോഴാണ് ഞാൻ ചിന്തിച്ചെടുക്കുന്നത്. എപ്പോഴും മൂന്നേരം സ്റ്റേഷനിലും കൊടുത്തിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് കല്യാണ ദിവസം ഇവരുടെ വീട്ടിലും, 3-ാം പക്കം തിരിച്ച് വിരുന്ന് വന്ന് 2-ാം പക്കം തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് വന്ന് 3-ാം പക്കം മീൻ കച്ചവടത്തിന് പോകണം. പോയി വന്നിട്ട് തിരിച്ച് വന്നിട്ട് അവിടെ ഏതെങ്കിലും റൂമോ വല്ലതും ശരിയാക്കുക, ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ പോയി 4 ദിവസം കച്ചവടം ചെയ്ത് 5-ാം ദിവസം വീട്ടിലേക്ക് വന്ന് പോകുന്ന മാതിരി ചെയ്യാമെന്ന് പറഞ്ഞ് 3-ാം പക്കം ഞാൻ ഇവിടുന്ന് കയറി പോകുമ്പോൾ തന്നെ പോകുന്ന ദിവസം തന്നെ പ്രശ്നമാണ്. വീട്ടിൽ താമസം സുന്ദരൻ മകൻ മഹേഷ് എന്നിവർക്ക് വേണ്ടി പാലക്കാട് അഡ്വക്കേറ്റ് വിജയകുമാർ, പാലക്കാട് ജില്ല ചിറ്റൂർ താലൂക്ക് കേരളപുരം വീട്ടിൽ താമസിക്കുന്ന മകൾ ശാന്ത എന്നൊക്കെ എഴുതി അറിയിക്കുന്ന ലെയിൻ നോട്ടീസ്. അല്ല, ഇത് ഫസ്റ്റ് തന്നതാണ് മേഡം. ഫസ്റ്റ് തന്നതാണ്. കൂടെ നല്ലൊരു കുടുംബ ജീവിതത്തെ നൽകുവാൻ കുട്ടികളോടൊപ്പം എന്റെ കക്ഷിയുടെ വീട്ടിൽ വന്ന് താമസിക്കണമെന്ന് ഈ നോട്ടീസ് മൂലം അതാണ് ഇത്. ഇൻ ദ ഫാമിലി കോർട്ട് ഓഫ് പാലക്കാട്, പെറ്റീഷൻ ഫൈൽഡ് ബൈ ദി അബവ് നെയിംഡ് പെറ്റീഷണർ ഓഫ് ദി ഹിന്ദു മാരേജ് ആക്ട് 19 ഫോർ ഡിവോഴ്സ്. Petition filed by the above named petitioner versus of the Hindu Marriage Act 1955 for divorce. The petitioner resides at the address shown in the cause. Title of the notice and process of petition may be served to the. അതിന്റെ ഗ്രൗണ്ട്സ് ഒന്ന് നോക്കിയാലേ ഒന്ന്. അതെ,
വീട്ടിൽ വിളിക്കുമ്പോൾ എനിക്ക് പോകാൻ നല്ല പേടിയാണ് മേഡം. കാരണം വിളിക്കുന്നത് ആ പെൺകുട്ടിയാണ് ആളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. വിളിക്കുന്നത് ഇങ്ങനെ മരിക്കാൻ നീ വാ നിന്റെ മട ഒഴിച്ചിട. ഇപ്പൊ എന്താ പറയുന്നത്? നിങ്ങൾ അയാള് നല്ല നിലയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കണമെന്നോ? കുറച്ചു കാലം വരെ ഒരു നല്ല രീതി വരികയാണ് വെച്ചാൽ ആള് ഒരു കുടുംബ മക്കള് ഭാര്യയായിട്ട് നല്ലൊരു രീതി വരികയാണ് എൻ്റെ മനസ്സിൽ കുഴപ്പമില്ല എന്ന് തോന്നുമ്പോൾ ഞാൻ അങ്ങനെ അവരുടെ വീട്ടിൽ പോയി അങ്ങനെ ഇരിക്കാന്നുള്ളതിലാണ് ഞാൻ മനസ്സിൽ. ചെലവിന്റെ കേസ് കൊടുത്തിരുന്നോ? ചെലവിന് കേസ് കൊടുത്തിട്ടുണ്ട് സാറേ. അത് അതിന്റെ കാണുന്നില്ലല്ലോ. ഞാൻ ഇവിടെ കൊടുത്തില്ല, വക്കീലിന്റെ വക്കീലാണ് കൊടുത്തത് ഈ കുട്ടിക്ക് ചെലവ്. അതിന്റെ ഒന്നും കോപ്പിയൊന്നും ഇതിൽ കാണുന്നില്ല. ഇവിടെ വന്ന ശേഷം കുട്ടിക്ക് സുഖമില്ലാണ്ട് കപ്ലൈമല ഹോസ്പിറ്റലിൽ പോയി വന്നിട്ടുള്ളൂ. എന്താണ് പനി? എന്താണെന്നും കൂടെ വീട്ടിലായാലും തന്നെ മേഡം കുട്ടിക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിച്ചു വെച്ചാൽ നിന്റെ വീട്ടിലല്ലേ നീ പോയി നോക്കിക്കോ എന്ന് പറയും. രാത്രി 11 മണിക്ക് 12 മണിക്കാണ് കുട്ടികൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് പനിയായി വെച്ചാൽ എനിക്ക് എന്താ ചെയ്യുന്നുള്ളത് കിട്ടില്ല. അപ്പോൾ മഹേഷ് ഏട്ടാ ഒന്ന് നിങ്ങൾ വരുമോ എന്ന് പറഞ്ഞാൽ നന്നായി മദ്യപിച്ചിട്ടുണ്ടാകും, ചിലപ്പോൾ നീ വരികയില്ല, നീ എൻ്റെ വീട്ടിലല്ലേ ഇരിക്കുന്നത്, നീ ഒന്ന് നോക്കിക്കോ എന്ന് പറയാൻ കൊണ്ട്. എന്നിട്ട് തൊട്ട് വീട്ടിലെ ഏട്ടന്മാരും ഡ്രൈവർമാരെ വിളിച്ചിട്ടാണ് ഞാൻ പോകാറ്. എന്നിട്ട് ഞാനിപ്പോൾ കുഴപ്പമില്ല, വയസ്സായി കഴിഞ്ഞാൽ അവർ വയസ്സായ ആൾക്കാരാണ്, ഞാൻ ആളെ ബലവത്തി ചെയ്യുന്നുള്ളത് മനസ്സിൽ നല്ല പേടിയായിരിക്കും ഇപ്പോഴും. വീട്ടിലെ അമ്മേൻ്റെ പ്രശ്നങ്ങൾ വേറെ. അമ്മ പോയി കഴിഞ്ഞു വെച്ചാൽ എങ്ങനെയെങ്കിലും വഴക്കുണ്ടാക്കും കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞിട്ട്. നമുക്ക് ഈ കുട്ടിയുടെ ഹസ്ബൻഡിനെ വിളിക്കാം, മഹേഷിനെ. മഹേഷ്, നിങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുമ്പോ കണ്ടു ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതല്ലേ? നിങ്ങളാണ് ആ കുട്ടിയോട് പറഞ്ഞത് ഇഷ്ടമാണെന്ന് പറഞ്ഞതും അവരെ വീട്ടിൽ പോയി ചോദിച്ചതും അവരുടെ വീട്ടിൽ നിന്ന് അവർ പറഞ്ഞു നിങ്ങളെ വീട്ടുകാരുമായിട്ട് വന്ന് ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ തരാമെന്നും അറേഞ്ച്ഡായിട്ടേ കഴിക്കാൻ പറ്റുള്ളൂ, വേറെ ഒരു രീതിക്കും പറ്റില്ല എന്ന് പറഞ്ഞ് നേരിട്ട് പോയി ചോദിച്ചിട്ട് തന്നെയാണ് കല്യാണം കഴിച്ചത്. നല്ല നിലയ്ക്ക് കല്യാണം കഴിച്ചു. നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എനിക്ക് ഒരു ചേട്ടനുണ്ട്, ഒരു അനിയത്തിയുണ്ട്. അച്ഛൻ അമ്മയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്, ഇന്ന് അച്ഛനില്ല, അച്ഛൻ ജീവനോടില്ല. അന്ന് ജ്യേഷ്ഠന് കല്യാണം കഴിയുന്നതിന് മുമ്പ് തന്നെയാണ് എൻ്റെ വീട്ടുകാരെല്ലാവരും കൂടി സമ്മതിച്ച്. എൻ്റെ ജ്യേഷ്ഠൻ്റെ കല്യാണത്തിന് 4 വർഷം മുമ്പാണ് ഞാൻ ഇയാളെ കല്യാണം കഴിക്കുന്നത് തന്നെ. ശരി. എൻ്റെ ജ്യേഷ്ഠന് കല്യാണം കഴിയുന്നതിന് മുമ്പ് തന്നെ ഞാൻ കല്യാണം കഴിച്ചതാണ്. കഴിച്ചിട്ട് അന്ന് വീട്ടുകാരെല്ലാവരും സമ്മതത്തോടു കൂടിയും കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് നിങ്ങൾക്ക് അന്ന് 23 വയസ്സ്. ഈ കുട്ടിക്കോ? അവർക്ക് 22 വയസ്സ്. 1 വയസ്സിന്റെ വ്യത്യാസം. അന്ന് പെട്ടെന്ന് അങ്ങനെ തന്നെ വേണം, നടത്തുകയാണെങ്കിൽ പെട്ടെന്ന് നടത്തണം, പക്ഷെ എല്ലാവരും സമ്മതത്തോടു കൂടി വേണം എന്ന് വീട്ടുകാർ വന്ന് ചോദിച്ചാൽ മാത്രമേ പെണ്ണ് തരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് ഞാൻ കല്യാണം. എൻ്റെ അച്ഛനാണ് പോയിട്ട് പെണ്ണ് ചോദിക്കുന്നതും കല്യാണം കഴിക്കുന്നതും എല്ലാം. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് അന്ന് ദിവസം തന്നെ അന്നേ 3-ാം വെക്കം ഞാൻ അന്ന് ഇവിടെ അല്ല വർക്ക് ചെയ്യുന്നത്. ഞാൻ തൃശ്ശൂരിനപ്പുറം ചാവക്കാടായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. എന്തായിട്ട്? ഞാൻ പച്ചമീനിന്റെ കച്ചവടമായിരുന്നു. കല്യാണ സമയത്ത് നിങ്ങൾ ചാവക്കാടാണോ? അല്ല, കല്യാണ സമയത്ത് ഞാൻ ചാവക്കാടായിരുന്നു. അപ്പൊ ഈ കുട്ടിയുടെ കൂടെ എപ്പോഴാണ് വർക്ക് ചെയ്തിരുന്നേ? അതിനു മുമ്പ് ഞാൻ തുണിക്കടയിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചാവക്കാട് പോയി? അപ്പൊ ചാവക്കാട് ജോലി ചെയ്യാണ് നിങ്ങൾ വീട്ടിൽ പോയി ചോദിക്കുന്നതും കല്യാണം കഴിക്കുന്നതും എല്ലാം ചാവക്കാട് ഇരിക്കുമ്പോഴാണ്. എനിക്ക് തുണിക്കട കണ്ട ഇത് മാത്രമേ ഉള്ളൂ. അതിന്റെ മുമ്പ് ചാവക്കാട് ഞാൻ കല്യാണ സമയത്ത് ചാവക്കാടാണെന്നും ഞാൻ കല്യാണം കഴിഞ്ഞ് 3-ാം വെക്കം കല്യാണ ദിവസം ഇവരുടെ വീട്ടിലും 3-ാം വെക്കം തിരിച്ച് വിരുന്ന് വന്ന് 2-ാം വെക്കം തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് വന്ന് 3-ാം വെക്കം അന്ന് വലിയ സാമ്പത്തികമൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് പിന്നെ വീട്ടിലും വലിയ സാമ്പത്തികമൊന്നും ഇല്ലാത്ത കാരണം എനിക്ക് 3-ാം വെക്കം തന്നെ എനിക്ക് ചാവക്കാടിന് പണിക്ക് പോകണം, മീൻ കച്ചവടത്തിന് പോകണം. പോയി വന്നിട്ട് തിരിച്ച് വന്നിട്ട് അവിടെ ഏതെങ്കിലും ഒരു റൂമോ വല്ലതും ശരിയാക്കുക ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ പോയി 4 ദിവസം കച്ചവടം ചെയ്ത് 5-ാം ദിവസം വീട്ടിലേക്ക് വന്ന് പോകുന്ന മാതിരി ചെയ്യാമെന്ന് പറഞ്ഞ് 3-ാം വെക്കം ഞാൻ ഇവിടുന്ന് കയറി പോകുമ്പോൾ തന്നെ പോകുന്ന ദിവസം തന്നെ പ്രശ്നമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയും അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ കഥയല്ലത് ജീവിതം, അമൃത TV, ഇടഗ്രാമം, കരുമം PO, തിരുവനന്തപുരം 2. ഇമെയിൽ: ജീവിതം@amritatv.com.